ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 34-35 വാക്യങ്ങൾ വേഗത്തിൽ വായിക്കുക. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:34-35 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ ആത്മാവ് സഭയോട് സംസാരിച്ച ഒരു പ്രവചന വേർഡാണ്, പ്രോഫറ്റിക് വേർഡാണ്. സൂപ്പർ നാച്ചുറൽ പ്രോസസ്സിൽ കൂടെ നമ്മുടെ മേൽ മേജറായിട്ടുള്ള തിരിവുകൾ സംഭവിക്കും. ഇവിടെ കാണാൻ കഴിയുന്ന കാര്യം, മറിയ ദൂതനോട് ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. ഒരു വ്യക്തിയുടെ ലൈഫിനകത്ത് മൈനർ ആൻഡ് മേജർ തിരിവുകൾ സംഭവിക്കണമെങ്കിൽ അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തമായ ചില ഇടപെടലുകളുണ്ട്. ഏമേൻ പറയാമോ? അതിനകത്തെ ആദ്യത്തെ ഇടപെടലുകളാണ് ഒന്നാമത്തെ ഏരിയ, അത് എൻകൗണ്ടറാണ്. ഒന്ന് ആമേൻ പറയാമോ? ഒന്നാമത്തെ ഏരിയ അത് എൻകൗണ്ടറാണ്. ആമേൻ. ഞാൻ കഴിഞ്ഞ ദിവസം എൻകൗണ്ടറിനെ കുറിച്ച് ഞാൻ ക്ലിയറായിട്ട് സൺഡേ എടുത്തതാണ്. എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ലൈഫിനകത്ത് ആത്മലോകത്തിൻ്റെ ഒരു എൻകൗണ്ടർ നടന്നാൽ ആ മനുഷ്യൻ്റെ ലൈഫിനകത്ത് വലിയ തിരിവുകൾ സംഭവിക്കും. ആമേൻ പറയാമോ? ദൈവരാജ്യം എന്ന ആത്മതലത്തിൽ നിന്നുള്ള ഒരു എൻകൗണ്ടർ ഒരു മനുഷ്യൻ്റെ ലൈഫിൽ സംഭവിച്ചാൽ മൈനർ ആകട്ടെ മേജറായിട്ടുള്ള ഒരു തിരിവ് സംഭവിച്ചിരിക്കും. ആമേൻ പറയാമോ? ആമേൻ. ഹല്ലേലൂയ. അതുവരെ അവൻ പോയിരുന്ന മേഖലകളിൽ നിന്ന് ദൈവം അവനെ വലിച്ചെടുത്ത്, ആമേൻ, അവൻ പോലും ചിന്തിക്കാത്ത, അവൻ പോലും ആഗ്രഹിക്കാത്ത, അവൻ്റെ കണ്ണിന് അവൻ ഇതുവരെ കാണാത്ത മേഖലകളിൽ ദൈവം കൊണ്ടുപോയി നിർത്തും. ആമേൻ. ഇതാ ദൈവിക എൻകൗണ്ടറിൻ്റെ പ്രത്യേകത. ആമേൻ. അപ്പോൾ തന്നെ ദൈവിക എൻകൗണ്ടർ ഉള്ളതുപോലെ തന്നെ പൈശാചിക എൻകൗണ്ടർ ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ പലയിടങ്ങളിലും കേട്ടിട്ടുണ്ടാകാം, എൻ്റെ മകന് കഴിഞ്ഞ ദിവസം വരെ ഇങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഇവൻ്റെ സ്വഭാവത്തിന് മൊത്തത്തിൽ എന്ത് സംഭവിച്ചു? ഒരു മാറ്റം. ആമേൻ. എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു, ഞങ്ങൾ വളരെ സ്നേഹത്തിലായിരുന്നു, പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഇപ്പം എന്നോട് ഭയങ്കര കയ്പാ, ദേഷ്യമാണ്, എന്നെ ഉപദ്രവിക്കുന്നു, എന്നെ വേദനിപ്പിക്കുന്നു, എന്നെ കുറ്റം പറയുന്നു. അപ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് പറയും, എൻ്റെ ഭാര്യ എന്നോട് സ്നേഹമില്ല. ഹല്ലേലൂയ പറയാമോ? മറ്റൊരിടത്ത് കേൾക്കാം, ഇതുവരെ എൻ്റെ കുഞ്ഞ് വളരെ പഠിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ എവിടെയും ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവന് പഠിക്കാൻ പറ്റുന്നില്ല, ഇപ്പം അവന് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ആമേൻ പറയാമോ? ആമേൻ. ഇതിൻ്റെ പുറകെ തിരിച്ചറിയണം, ഇതിൻ്റെ പുറകെ നടന്നത് ഒരു ഡീമോണിക് എൻകൗണ്ടർ ആണ്. ആമേൻ. ഒരു പൈശാചിക എൻകൗണ്ടർ ആണ്. ആമേൻ. ഈ എൻകൗണ്ടർ ഒരുവൻ്റെ ലൈഫിനകത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ എത്ര ഉന്നത മേഖലയിൽ പോയതാണെങ്കിലും ഒറ്റയടിക്ക് അവൻ എന്ത് ചെയ്യും? ഏറ്റവും താഴെ വന്ന് വീഴും. ആമേൻ പറയാമോ? ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങനെ ചില മേഖലകളിൽ കടന്നു പോകുന്ന ചില കുടുംബങ്ങൾ, ചില തലമുറകളുമായി ബന്ധപ്പെട്ട് ദൈവം ഒരു ഡെലിവറൻസിനെ അയക്കാൻ പോവുകയാണ്. ആമേൻ. പൈശാചിക ദൂതന്മാർ, പൈശാചിക ഏരിയയിൽ നിന്ന് വന്ന ഭൂതങ്ങൾ, പൈശാചിക ഏരിയകളിൽ നിന്ന് വന്ന ഡിമോണിക് ഏരിയകൾ മുഖാന്തരമുള്ള എൻകൗണ്ടറിൽ കൂടെ തിരിയപ്പെട്ടു പോയ ചിലതിനെ,
ചിലതിനെ ആത്മാവ് പ്രവചിക്കുകയാണ്. അങ്ങനെ തിരിയപ്പെട്ട ചിലതിനെ, ആമേൻ ആമേൻ, 6000 ഭൂതങ്ങൾ ബാധിക്കപ്പെട്ടു. ആ ഭൂതങ്ങൾ ബാധിക്കപ്പെടുന്നതിന് മുന്നമേ അവൻ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു, ഒരു കുടുംബത്തിൻ്റെ ആമേൻ നല്ലൊരു മകനായിരുന്നു. എന്നാൽ എപ്പോൾ ഈ എൻകൗണ്ടർ സംഭവിച്ചോ, അതിനുശേഷം അവന്റെ വീട് വിട്ട് അവൻ പുറത്തിറങ്ങി. ആമേൻ, അവൻ പോയി കിടക്കുന്ന ബന്ധിക്കപ്പെട്ടവനായിട്ട്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മൈൻഡിനെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ചില ബന്ധനങ്ങൾ ഈ സമയം സ്വർഗം അഴിക്കുകയാണ്. ഓ റസ്മീന ഹൽതുനി ഖമാനിയന്തര അവൻ നിന്റെ കുടുംബത്തിൽ നിന്റെ തലമുറയുടെ ബുദ്ധിയെ കെട്ടിക്കളഞ്ഞത്, നിന്റെ തലമുറയെ ബന്ധിച്ചു കളഞ്ഞത്, അവനൊരു ഭ്രാന്തനെ പോലെ ഉപദ്രവകാരിയായി മാറിയിരിക്കുന്ന ആ മേഖലകൾക്കകത്ത് സ്വർഗത്തിന്റെ ഒരു ഇടപെടൽ. പ്രാർത്ഥിക്കാൻ നിയോഗമുള്ളവർ പ്രാർത്ഥിച്ചോ. ഇന്ന് പകലിൽ ചില സോളുകൾ ഡെലിവർ ആവുകയാണ്, സോളുകൾ ഡെലിവർ ആവുകയാണ്. പൈശാചിക ആത്മാവുമായി കണക്റ്റായി കിടക്കുന്ന ചില സോളുകൾ ഡെലിവർ ആവുകയാണ്. ഓ റിഗമന ശാന്തര വൈഡവാൽ അന്തല റിഗദലഗ അതരകളഗദല ഹസ്സപ്രഭന. ആ ബന്ധനം പൊട്ടുകയാട്ടോ, ആ ബന്ധനം പൊട്ടുകയാണ്. നിന്റെ തലമുറയെ ലോക്ക് ചെയ്ത് കളഞ്ഞ, നിന്റെ തലമുറയെ ഒരു ഭ്രാന്തനെ പോലെയാക്കിയ, നിന്റെ തലമുറയെ മദ്യപാനത്തിലേക്ക് തിരിച്ചു കളഞ്ഞ, നിന്റെ തലമുറയെ ഗെയിമിന് അഡിക്റ്റ് ആക്കി കളഞ്ഞ, നിന്റെ തലമുറയെ വേണ്ടാത്തതിലേക്ക് നയിക്കുന്ന ചില പൈശാചിക എൻകൗണ്ടറിൽ കൂടെ കയറി വന്ന ചില ലോക്കുകൾ അതിപ്പോൾ തന്നെ നസ്രേനായ യേശുവിന്റെ നാമത്തിൽ അത് ബ്രേക്ക് ആവുകയാണ്. ഓ ഓ ഓ ശബഖതലമ. പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക. ഈ മീറ്റിംഗിൽ അങ്ങനെ ഏതെങ്കിലും കുടുംബങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ഹസ്ബൻഡ് ആമേൻ വളരെ സ്നേഹത്തോടെ ഇരുന്ന ഹസ്ബൻഡ് പെട്ടെന്ന് മദ്യപാനത്തിലേക്ക് തിരിഞ്ഞ് ആമേൻ ആമേൻ വീടിനും നിനക്കും നിന്റെ കുഞ്ഞുങ്ങൾക്കും ഒരു ഉപകാരമില്ലാത്തവനെ പോലെ നിങ്ങളെ ഉപദ്രവിക്കുന്നവനായി മാറിയെങ്കിൽ ഇന്ന് ആ ലോക്കുകൾ പൊട്ടുകയാണ്. ഡിമോണിക് എൻകൗണ്ടർ ഉണ്ടായവൻ ഗദര എന്ന ദേശത്തിൽ 10 പട്ടണങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവനെ ബന്ധിച്ച എല്ലാ ബന്ധനങ്ങളെയും അവൻ പൊട്ടിച്ചു കളയുകയാണ്. അവൻ കല്ലറയിൽ കിടക്കുകയാണ്. അവൻ കാടുകളിലേക്കും മലകളിലേക്കും ഓടുകയാണ്. എന്നാൽ യേശു അവിടെ വന്നപ്പോൾ പൈശാചിക എൻകൗണ്ടറിൽ കൂടെ പൈശാചിക ലോകം വാണുകൊണ്ടിരുന്ന ഗദരയിൽ ഭൂതം ബാധിച്ചവെന്ന് പറഞ്ഞ പ്രാന്തൻ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രാന്തനെന്ന് മുദ്ര കുത്തിയ ചിലതിപ്പോൾ ഡെലിവറൻസ് ആവുകയാണ്, ഡെലിവറൻസ് ആവുകയാണ്. ആത്മനിയോഗമുള്ളവർ കരങ്ങളെ തട്ടി ദൈവത്തിന് ആരാധന കൊടുക്ക, ദൈവത്തിന് ആരാധന കൊടുക്ക. പ്രാന്തനെന്ന് മുദ്ര കുത്തി ആമേൻ 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 ചങ്ങലയ്ക്കകത്തിട്ടിരിക്കുന്ന ചിലതിപ്പോൾ ഡെലിവറൻസ് ആവുകയാണ്. ഇതിനൊരു മരുന്നിനും കഴിയത്തില്ല. ഒരു ഭൂമിയിലുള്ള ഒരു കാര്യത്തിനും പൈശാചിക എൻകൗണ്ടറിൽ കൂടെ വന്ന ലോക്കിനെ അഴിക്കാൻ പറ്റത്തില്ല. എന്നാൽ പൈശാചിക ലോകത്തിന് എതിരായി നിൽക്കുന്ന ദൈവരാജ്യത്തിന്റെ ആമേൻ ദൈവരാജ്യത്തിന്റെ അഭിഷേകം ക്യാരി ചെയ്യുന്ന നിനക്കതിനെ പൊട്ടിക്കാൻ കഴിയുമെന്ന് ഇന്ന് പകലി അത് ബ്രേക്ക് ആവുകയാണ്. ഓ ഓ ഇതിന്റെ ലോക്ക് അവിടെയാ കിടക്കുന്നത്, ലോക്ക് അവിടെയാ കിടക്കുന്നത്. ആ ലോക്കിനെ പൊട്ടിക്കുക. യെസ്, ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമതായിട്ട്
ഒരു സൂപ്പർ നാച്ചുറൽ പ്രോസസ്സിൽ കയറി നമ്മുടെ മേലൊരു മെഗാ ബ്രേക്ക് ത്രൂ, ഒരു വഴിത്തിരിവ് നമ്മുടെ മേൽ സംഭവിക്കണമെങ്കിൽ ഒന്നാമതായി എൻകൗണ്ടർ സംഭവിക്കണം. ഒന്ന് പറയാമോ? എൻകൗണ്ടർ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എൻകൗണ്ടറിന് വേണ്ടി? എൻ്റെ ജീവിതത്തിൽ ദൈവീക എൻകൗണ്ടർ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ആമേൻ. ഇത് എൻകൗണ്ടറിൻ്റെ സമയമാണ്. ആമേൻ പറയാമോ? ഇത് എൻകൗണ്ടറിൻ്റെ സമയമാണ്. ആമേൻ. എൻകൗണ്ടർ, ഒരിക്കലും എൻകൗണ്ടർ നമ്മുടെ ഇഷ്ടപ്രകാരം തുറക്കപ്പെടുന്നതല്ല, അത് ദൈവത്തിൻ്റെ നിയോഗപ്രകാരം തുറക്കപ്പെടുന്നതാണ്. ആമേൻ. കാരണം ഈ 3 ദിവസങ്ങളിൽ ഒരു എൻകൗണ്ടർ സംഭവിക്കുമെന്നുള്ളത് ദൈവം ഇടപെട്ടതാണ്. ആമേൻ. അതുകൊണ്ട് തന്നെ അടുത്ത 72 അവറിനകത്ത് നിന്റെ ലൈഫിനകത്ത് ഒരു എൻകൗണ്ടറിന് വേണ്ടി നീ കാത്തിരിക്കുക. ആമേൻ. ഈ എൻകൗണ്ടറിൻ്റെ ഈ സമയത്തെ ആര് തിരിച്ചറിഞ്ഞെന്നറിയാമോ? അപ്പോസ്തലനായ പൗലോസ് തിരിച്ചറിഞ്ഞു. ഗലാത്യ ലേഖനത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും. ആമേൻ, ആമേൻ. തന്നിൽ അതൊന്ന് എടുക്കാമോ? ഗലാത്യ ലേഖനം. ഗലാത്യർ അതിൻ്റെ 1:16 വായിച്ചേ. ദൈവം തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്കു മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോകുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. ഇത് വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു എൻകൗണ്ടർ സംഭവിക്കുന്നത് ദൈവം നിശ്ചയിച്ച പ്ലേസിലാണ്. ആമേൻ പറ. ആമേൻ. ദൈവം നിശ്ചയിക്കുന്ന പ്ലേസിനകത്താണ് നിന്റെ എൻകൗണ്ടർ ഇരിക്കുന്നത്. ആമേൻ. ഒരുപക്ഷെ നീ വളരെ ഡ്രൈനസിനകത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ ഡ്രൈനസിൽ തുടരുന്ന ഒരു പ്ലേസിനായിരിക്കും നീ നിൽക്കുന്നത്. പക്ഷെ ദൈവം വെച്ചിരിക്കുന്ന എൻകൗണ്ടർ ആ പ്ലേസിലാണെങ്കിൽ അവിടെ നീ വന്നാൽ മാത്രമേ നിനക്ക് ആ എൻകൗണ്ടർ കിട്ടൂ. ആമേൻ പറയാമോ? കാരണം യോഹന്നാൻ പത്മോസ് എന്ന ദ്വീപിൽ തന്നെ കൊണ്ടുപോയി ഇടുമ്പോഴാണ് തൻ്റെ മേൽ മേജറായ എൻകൗണ്ടർ സംഭവിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. യാക്കോബ് യാബോക്കിൻ്റെ കടവിലേക്ക് വന്നപ്പോഴാണ് യാക്കോബിൻ്റെ ലൈഫിനെ മൊത്തത്തിൽ തിരിക്കുന്ന ദൂതൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. മറ്റൊരു ഭാഗത്ത് പറയുന്നു, ശമൂവേൽ എന്ന പ്രവാചകനാകുന്നതിന് മുന്നമേ ശമൂവേൽ എന്ന ബാലനെ ദൈവം എവിടെ നിന്നാണ് വിളിക്കുന്നത്? എവിടെയാണോ ശമൂവേൽ ബാലൻ കിടക്കുന്നത് ആ പ്ലേസിൽ ശമൂവേലേ ശമൂവേലേ എന്ന് വിളിക്കുമ്പോൾ ശമൂവേൽ എന്ത് ചെയ്യുക? അവിടെ നിന്ന് എഴുന്നേറ്റ് മറ്റൊരു പ്ലേസിലേക്ക് പോവുക. പക്ഷേ ദൈവം അതിൻ്റെ പുറകെ ദൈവം വരത്തില്ല. ദൈവം നിശ്ചയിച്ച പ്ലേസ് അത് നിന്റെ ലൈഫിനകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനകത്ത് ഒരു റൂമാണ് ദൈവം നിശ്ചയിച്ചിരിക്കുന്നതെങ്കിൽ ആ റൂമിനകത്തേക്ക് നീ എൻ്റർ ആയാലേ ദൈവം സംസാരിക്കും. അല്ലാതെ എൻ്റെ പുറകെ ദൈവം, ഞാൻ പറയാം, നിങ്ങൾ ഇത് വളരെ ശ്രദ്ധിക്കണം. എൻകൗണ്ടർ എന്ന് പറഞ്ഞ ഏരിയയെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ദൈവിക ഇടപെടലുകളുണ്ട്. അതായത് ദൈവം നിങ്ങളോട് സംസാരിക്കും, ദൈവം നിങ്ങൾക്ക് ചില വിഷൻ കാണിച്ചു തരും. അതിന് നിങ്ങൾ എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് കിട്ടും. പക്ഷെ എൻകൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല. എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ലൈഫിനകത്ത് എൻകൗണ്ടർ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അവൻ്റെ ലൈഫിൽ കാണത്തക്കവണ്ണമുള്ള ഒരു തിരിവ് സംഭവിച്ചിരിക്കും. ഇതാ എൻകൗണ്ടറിൻ്റെ സൈൻ. ആമേൻ. അപ്പോൾ എൻകൗണ്ടർ നടക്കണമെങ്കിൽ നിന്നെ ദൈവം ആമേൻ എവിടെ വെച്ച് മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നോ ആ പ്ലേസിൽ നീ എൻ്റർ ആകണം. ഹല്ലേലൂയ. കണ്ടോ, ഈ മനുഷ്യൻ എന്ത് ചെയ്യുക? തനിക്ക് ലഭിക്കാനുള്ള എൻകൗണ്ടർ
നടക്കുന്നത് അപ്പോസ്തലന്മാരുടെ അടുക്കൽ പോയിരിക്കുമ്പോഴല്ല കിട്ടുന്നത്, യെരുശലേമിലേക്ക് പോകുമ്പോഴല്ല കിട്ടുന്നത്. ആമേൻ. അവിടെ നിന്ന് ദൈവം വെളിപ്പെടുത്തിയതുപോലെ അറേബ്യയിലേക്ക് പോവുകയാണ്, ഒരു മരുഭൂമിയിലേക്ക് പോവുകയാണ്. ആമേൻ. നിങ്ങളുടെ ലൈഫ് ഒരു മരുഭൂമിക്ക് തുല്യമാണോ? ദൈവം അനുവദിച്ചിട്ടാണോ നിങ്ങളൊരു മരുഭൂമിയിലേക്ക് കയറിയത്? അങ്ങനെയെങ്കിൽ ഒരു കാര്യം പറയാം, അവിടെ വെച്ച് എന്തൊക്കെയോ ദൈവത്തിന് നിന്നോട് പേഴ്സണലായി കൈമാറാനുണ്ട്. ആമേൻ പറ. ഹല്ലേലൂയ. എന്തോ പേഴ്സണലായിട്ട്, വ്യക്തിപരമായിട്ട് ദൈവത്തിന് നിന്നിലേക്ക് ചിലത് കൈമാറ്റം ചെയ്യാനുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ എൻകൗണ്ടർ. അപ്പോൾ ഒന്ന് എൻകൗണ്ടർ ആണ്. ആമേൻ. രണ്ട്, നമ്മുടെ മേൽ സംഭവിക്കേണ്ട രണ്ടാമത്തെ ഏരിയ എൻകൗണ്ടറിൽ കൂടെ നമ്മിൽ തുറക്കപ്പെടുന്ന നമ്മുടെ കോളിംഗ് ആണ്. ഹല്ലേലൂയ. ആമേൻ. ഓരോ വ്യക്തിക്കും ഓരോ വ്യത്യസ്തമായ കോളിങ്ങിനെ ദൈവം വെച്ചിട്ടുണ്ട്. ആമേൻ. ഒരു മനുഷ്യൻ തൻ്റെ മേൽ ദൈവം വെച്ചിരിക്കുന്ന കോളിങ്ങിനെ തിരിച്ചറിയാതെ ഓടുന്നിടത്തോളം കാലം അവൻ എത്ര പ്രാർത്ഥനക്കാരനാണെങ്കിലും, എത്ര വചനം വായിക്കുന്ന വ്യക്തിയാണെങ്കിലും, എത്ര പ്രസംഗിക്കുന്ന വ്യക്തിയാണെങ്കിലും, എത്ര പ്രവചിക്കുന്ന വ്യക്തിയാണെങ്കിലും, എങ്ങനെയൊക്കെ ആമേൻ ഞാൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാൽ പോലും ആമേൻ ഒരു മനുഷ്യൻ്റെ മേൽ ദൈവം നൽകിയിരിക്കുന്ന കോളിങ്ങിനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവൻ പല മേഖലകളിൽ പരാജയപ്പെടും. ഹല്ലേലൂയ. അതുമാത്രമല്ല, കോളിങ്ങിനെ തിരിച്ചറിയാത്ത ഒരു വ്യക്തിക്ക് ദൈവം വെച്ചിരിക്കുന്ന മേജർ വഴിത്തിരിവിലേക്ക് തിരിയാൻ പറ്റത്തില്ല. ഒരു എൻകൗണ്ടറിനകത്ത് സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു മനുഷ്യൻ്റെ മേൽ ദൈവം വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പർപ്പസിനെ റിവീൽ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ അവനെക്കുറിച്ചുള്ള കോളിങ്ങിനെ റിവീൽ ചെയ്തു കൊടുക്കുക. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് ഈ ദിവസം നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ ആയിരിക്കണം. നിങ്ങളുടെ കോളിങ്ങിനെ നിങ്ങൾ തിരിച്ചറിയണം. ആമേൻ. ആ പാസ്റ്റർ ഇങ്ങനെ പോകുന്നു, ആ വിശ്വാസി ഇങ്ങനെ പോകുന്നു, അവരിങ്ങനെ പോയപ്പോൾ ഇങ്ങനെ മാനിക്കപ്പെട്ടു, അവരിങ്ങനെ പോയപ്പോൾ ഇങ്ങനെ ആയല്ലോ, അവരിങ്ങനെ പോയപ്പോൾ ഇങ്ങനെ ആയല്ലോ. ഞാനൊരു കാര്യം പറയാം, അദ്ദേഹത്തെ വിളിച്ച കോളിങ് അതാണ്. ആമേൻ. അദ്ദേഹത്തെ വിളിച്ച കോളിങ്ങിൻ്റെ പുറകെ നീ പോയി കഴിഞ്ഞാൽ ഹല്ലേലൂയ പറയാമോ? അവരെ വിളിച്ചിരിക്കുന്ന വിളി അങ്ങനെയാണ്. നിന്നെ വിളിച്ചിരിക്കുന്ന വിളി ഏതാണോ അതിനനുസരിച്ച് നീ മൂവ് ചെയ്യണം. ആമേൻ പറയാമോ? ആമേൻ. അല്ല, അയ്യോ അവരിങ്ങനെ പോകുന്നു, അവരിങ്ങനെ പ്രവചിക്കുന്നു, അവരിങ്ങനെ ശുശ്രൂഷിക്കുന്നു, അവരിങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നു, അവരിങ്ങനെ കാര്യങ്ങൾ. നിന്റെ മേൽ അത് ദൈവം നൽകാത്തിടത്തോളം കാലം നീ അതിനെ എന്ത് ചെയ്യരുത്? നമുക്കതിനെ ആഗ്രഹിക്കാം, വാഞ്ചിക്കാം. വചനം പറയുന്നു, നിങ്ങൾ വാഞ്ചിക്കാൻ പറയുന്നുണ്ട്. വാഞ്ചിക്കാം, നിങ്ങൾക്കത് ചെയ്യാം. പക്ഷേ നിങ്ങളെ വിളിച്ചിരിക്കുന്ന കോളിങ്ങിനെ വിട്ടിട്ട് അതിൻ്റെ പുറകെ പോകരുത്. ഹല്ലേലൂയ പറയാമോ? അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ കോളിങ് റിവീലാക്കി ദൈവം തരും. അപ്പോൾ കോളിങ് ഒരുവൻ്റെ ലൈഫിനകത്ത് റിവീലായാൽ ആ കോളിങ്ങിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിൽ മൂവ് ചെയ്യണം. അപ്പോൾ അതിലെങ്ങനെ മൂവ് ചെയ്യണമെന്നുള്ള പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, നിങ്ങളുടെ ലൈഫിൽ ഒരു എൻകൗണ്ടർ സംഭവിച്ചു, നിങ്ങളുടെ മേൽ നിങ്ങളുടെ കോളിങ് റിവീലായി. എന്നാൽ ഈ കോളിങ്ങിലേക്ക് ഒരു മനുഷ്യൻ തിരിയപ്പെട്ട് അതിനെ പൂർത്തീകരിക്കുമ്പോഴാണ് അവൻ്റെ മേൽ അസാധാരണമായ ഒരു തിരിവ് സംഭവിക്കുന്നത്. ആമേൻ. അപ്പോൾ നമ്മൾക്ക് ആ കോളിംഗ് റിവീലായി കഴിഞ്ഞാൽ നമ്മിൽ നിന്ന് ഇപ്പോൾ രണ്ട് കാര്യവും ദൈവമാണ് നമുക്ക് നൽകിയത്. ആമേൻ. എൻകൗണ്ടറും നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ കോളിംഗ് റിവീൽ ചെയ്യുന്നത് അത് ദൈവം റിവീൽ ചെയ്തു തരുന്നതാണ്. എന്നാൽ ഈ രണ്ട് കാര്യങ്ങൾ നമ്മിലേക്ക് വെളിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞ 3 കാര്യങ്ങൾ. അതിനകത്ത് ഒന്നാമത്തെ കാര്യമാണ് വിശ്വാസം. ഒന്ന് പറയാമോ? ആമേൻ. വചനം പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, ഇനി എത്രയൊക്കെ കൈയടിച്ചു പാടുന്ന ആളാണെങ്കിലും, എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും, വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവത്തെ
പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ആമേൻ. അപ്പോൾ വിശ്വാസം കൂടാതെ ദൈവത്തെ ഒരുവന് പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഈ ഭാഗങ്ങൾ വളരെ ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ആണ് ഫെയ്ത്ത് എന്ന് പറയുന്ന ഏരിയ. ഒന്ന് പറഞ്ഞേ, ഫെയ്ത്ത്. ഒന്ന് ഉറക്കെ പറയാമോ? വിശ്വാസം. ഹല്ലേലൂയ. ഇനി അതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശ്വാസം എന്ന ഏരിയ എല്ലാ മേഖലകളുടെയും കീ ആണ്. ഒന്ന് പറയാമോ? കീ ആണ്. നമ്മൾ രക്ഷ പ്രാപിക്കുന്നത് തുടങ്ങി നമ്മിൽ ദൈവം വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലേക്കും നമുക്ക് എൻ്റർ ആകണമെങ്കിൽ എന്തു വേണം? വിശ്വാസം വേണം. നമ്മൾ നീതീകരിക്കപ്പെട്ടത് പോലും വിശ്വാസത്താൽ, പ്രവൃത്തിയാലല്ല, വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത്. ആമേൻ. അങ്ങനെ നമ്മുടെ ലൈഫിനകത്ത് ദൈവം വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും ദൈവരാജ്യത്തിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പ്രാപിക്കണമെങ്കിൽ നമുക്ക് എന്തു വേണം? ഫെയ്ത്ത് വേണം, വിശ്വാസം. അപ്പോൾ ഒരുവൻ്റെ ലൈഫിനകത്ത് ദൈവം തൻ്റെ കോളിങ്ങിനെ റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ ആ കോളിങ്ങിനെ റിസീവ് ചെയ്ത് ചില സമയങ്ങളിൽ സഞ്ചരിക്കുവാൻ നമ്മളിലുള്ള വിശ്വാസം, ഒന്ന് പറഞ്ഞ നമ്മളിലുള്ള വിശ്വാസം, നമ്മളിലുള്ള വിശ്വാസം കൊണ്ട് കഴിയും. ആമേൻ. അതായത് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഫെയ്ത്ത് ഉണ്ട്. എല്ലാ മനുഷ്യരുടെ മേലും ഉണ്ട്, എല്ലാ മനുഷ്യരിലും. അത് എല്ലാ മനുഷ്യരിലും, അത് പെന്തക്കോസുകാരി മാത്രമല്ല, ദൈവമക്കളി മാത്രമല്ല, എല്ലാ മനുഷ്യരിലും എന്തുണ്ട്? വിശ്വാസമുണ്ട്. പക്ഷേ നമ്മളോട് ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യനിലുള്ള വിശ്വാസം, ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അതവൻ്റെ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടറാണ്. അവൻ്റെ നല്ലൊരു ക്യാരക്ടറാണ്. ഒന്ന് പറഞ്ഞേ, നല്ലൊരു എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നിൽ നല്ലൊരു ക്യാരക്ടർ ഉണ്ട്. ആമേൻ പറയാമോ? അപ്പോൾ ഈ വിശ്വാസം എന്ന ഏരിയ ഒരുവൻ്റെ ലൈഫിനകത്ത്, എല്ലാവരുടെ ലൈഫിലുണ്ട്. ഈ വിശ്വാസം കൊണ്ട് ഒരുവൻ്റെ മേൽ ദൈവം റിലീസ് ചെയ്യുന്ന കോളിങ്ങിനെ എന്ത് ചെയ്യാൻ പറ്റും? റിസീവ് ചെയ്യാൻ പറ്റും. ഒന്ന് പറഞ്ഞാൽ റിസീവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള എന്ത് കാര്യത്തെയും റിസീവ് ചെയ്യാൻ മനുഷ്യനിലുള്ള വിശ്വാസം കൊണ്ട് സാധ്യമാണ്. ആമേൻ, ആമേൻ. എന്നാൽ ഒരു മനുഷ്യനിലുള്ള വിശ്വാസത്തിന് ഒരുവൻ്റെ മേൽ നൽകിയിരിക്കുന്ന കോളിങ്ങിൽ നിലനിൽക്കുവാനോ അതിനെ പൂർത്തീകരിക്കുവാനോ ഒരു മനുഷ്യനിലുള്ള, അവൻ്റെ ഫ്ലഷിലുള്ള, അവൻ്റെ ജഡത്തിലുള്ള, അവൻ്റെ ഉള്ളിലുള്ള നല്ല ക്യാരക്ടർ എന്ന് പറയുന്ന വിശ്വാസം കൊണ്ട് സാധിക്കത്തില്ല. ഒന്ന് പറയാമോ? ആമേൻ പറയാമോ? എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മളിലൊരു വിശ്വാസമുണ്ട്, ഒരു മാനുഷിക വിശ്വാസം. ഒന്ന് പറഞ്ഞേ, മാനുഷിക വിശ്വാസം, മനുഷ്യരുടെ വിശ്വാസം. എന്നാൽ ഒരു വ്യക്തിയുടെ മേൽ ദൈവമിട്ടിരിക്കുന്ന കോളിങ്ങിൽ ചില സമയം വരെ ഒരു മനുഷ്യനിലുള്ള വിശ്വാസത്തിൽ സഞ്ചരിക്കാൻ പറ്റും, ഒരു മനുഷ്യനിലുള്ള വിശ്വാസത്തിൽ. പക്ഷെ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബൗണ്ടറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനിലുള്ള വിശ്വാസം കൊണ്ട് ഒരു കോളിങ്ങിൽ നിലനിൽക്കുവാനോ അതിനെ പൂർത്തീകരിക്കുവാനോ കഴിയത്തില്ല. ആമേൻ പറഞ്ഞാട്ടെ. കാരണം ദൈവത്തിൻ്റെ കോളിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യൻ്റെ ബുദ്ധിക്ക് പിടിക്കാൻ കഴിയുന്ന കാര്യമല്ല, ഒരു മനുഷ്യൻ്റെ ചിന്തയ്ക്ക് പിടിക്കാൻ കഴിയുന്ന കാര്യമല്ല, ഒരു മനുഷ്യൻ്റെ ഫ്ലഷിന് താങ്ങാൻ കഴിയുന്നതല്ല. ഒന്ന്. രണ്ട്, ദൈവം ഒരു കോളിങ്ങിനെ ഒരുവൻ്റെ മേൽ റിലീസ് ചെയ്യുമ്പോൾ തന്നെ അവനെതിരെ എഴുന്നേറ്റ് വരുന്ന എതിർപക്ഷം, അല്ലെങ്കിൽ അവന് എതിരെ നിൽക്കുന്ന, ആമേൻ, ദൈവരാജ്യത്തിനെതിരെ നിൽക്കുന്ന ഒരു പൈശാചിക രാജ്യമുണ്ട്. ഹല്ലേലൂയ. ഒരു പൈശാചിക രാജ്യം നമ്മുടെ മേൽ ഒരു കോളിങ്ങിനെ ഇടുമ്പോൾ തന്നെ
പൈശാചിക ലോകത്തിന് നമ്മൾ ആരാണ്? നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞ ഒരു നോട്ടപ്പുള്ളിയാണ്. ആമേൻ. ഒരുവന്റെ മേൽ ഒരു അഭിഷേകം വീണ് കഴിഞ്ഞാൽ ആ സമയം മുതൽ പൈശാചിക ലോകം അലേർട്ടാണ്. ആമേൻ പറയാമോ? ഇന്ന് എന്നെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാനൊരു കാര്യം പറയാം. നിന്റെ മേൽ ദൈവം ഒരു അഭിഷേകം ഇട്ട് കഴിഞ്ഞാൽ ആ സമയം മുതൽ പൈശാചിക ലോകം അലേർട്ടാണ്. ഇതിനെ തിരിച്ചറിയണം. ഇതിനെ തിരിച്ചറിയാത്തത് കൊണ്ടാണ് ശിംശോൻ ഒരു കെണിയിൽ അകപ്പെട്ടു പോയത്. ഹല്ലേലൂയ പറയാമോ? ശിംശോന്റെ മേൽ ഒരു അഭിഷേകം വീണ സമയം മുതൽ അവനിൽ നിന്നും മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ദൈവശക്തിയുടെ ഒരു പ്രകടനമുണ്ട്. ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ അസാധാരണമായ രീതിയിലുള്ള മാനിഫെസ്റ്റേഷൻ തന്നിൽ കൂടെ സംഭവിക്കുക. ഇത് കണ്ടപ്പോൾ ഫെലിസ്ത്യർ അവൻ്റെ ഈ ശക്തിയുടെ പുറകിലുള്ള രഹസ്യം കണ്ടുപിടിക്കാൻ നിൽക്കുക. ആമേൻ. ഹല്ലേലൂയ. ഒന്ന് ആമേൻ പറയാമോ? എന്തോ സംഭവം നിങ്ങളുടെ മേൽ റിലീസാകാൻ പോകുന്നു കേട്ടോ. വലിയൊരു കാര്യം റിലീസാകാൻ പോവുകയാണ്. അതായത് നോക്കിയേ, ശത്രു കാണുന്നത് മാനിഫെസ്റ്റേഷനാ. ശത്രു കാണുന്നത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രദറെ സിസ്റ്ററെ ഞാനൊരു കാര്യം പറയട്ടെ, ശത്രു കാണുന്നത് എന്തായിരിക്കും അറിയാം? നിങ്ങളുടെ പ്രസംഗമായിരിക്കും. ശത്രു കാണുന്നത് നിങ്ങളുടെ വർഷിപ്പായിരിക്കും. ശത്രു കാണുന്നത് നിങ്ങളുടെ പ്രോഫസി ആയിരിക്കും. ശത്രു കാണുന്നത് നിങ്ങളുടെ ഹീലിംഗ് മിനിസ്ട്രി ആയിരിക്കും. ശത്രു കാണുന്നത് നിങ്ങളുടെ ഡെലിവറൻസ് മിനിസ്ട്രി ആയിരിക്കും. ആമേൻ. ശത്രു കാണുന്നത് നിങ്ങളുടെ മേലുള്ള ഇമ്പാർട്ടേഷൻ മിനിസ്ട്രി ആയിരിക്കും. ശത്രു എപ്പോഴും കാണുന്നത് മാനിഫെസ്റ്റേഷനെ കാണുന്നത്. പക്ഷെ എപ്പോഴും ശത്രു ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ പുറകെ കിടക്കുന്ന കർത്താവ് നിങ്ങളുടെ മേൽ റിലീസ് ചെയ്യപ്പെട്ട ഒരു സീക്രട്ട് ഓയിലിനെ അവൻ ഫൈൻഡ് ചെയ്യാൻ നോക്കിയ. പിടികിട്ടുന്നുണ്ടോ? എന്ന് പറഞ്ഞ നിങ്ങളുടെ മേലുള്ള അഭിഷേകം ഒരു സീക്രട്ടാണ്. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേൽ കിടക്കുന്ന അഭിഷേകം പൈശാചിക ലോകത്തിന് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. ഹല്ലേലൂയ. പിടികിട്ടുന്നുണ്ടോ? നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെ മാത്രമേ പിശാചിനെ അറിയത്തുള്ളൂ. പക്ഷെ നിങ്ങളുടെ മേൽ റിലീസ് ചെയ്യപ്പെട്ട ഒരഭിഷേകത്തിനെ സ്വർഗം മറച്ചു പിടിച്ചിരിക്കുകയാണ്. ആരൊക്കെയോ പറയുന്നു എൻ്റെ അഭിഷേകം. ഇല്ല, നിന്റെ അഭിഷേകത്തെ മറച്ചു പിടിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഫെലിസ്ത്യർക്ക് അറിയേണ്ടത് ഇതിൻ്റെ പുറകെയുള്ള രഹസ്യം എന്താ? ആമേൻ. ഫെലിസ്ത്യർക്ക് അറിയില്ലാത്തൊരു കാര്യം, ശിംശോന്റെ മേൽ മറഞ്ഞു കിടക്കുന്ന, മറച്ചു പിടിച്ചിരിക്കുന്ന, സ്വർഗരാജ്യം മറച്ചു പിടിച്ചിരിക്കുന്ന ഒരഭിഷേകമുണ്ട്. ആമേൻ. പക്ഷെ സ്വർഗരാജ്യം മറച്ചു പിടിച്ചിരിക്കുന്ന അഭിഷേകത്തെ ആർക്ക് റിവീൽ ചെയ്യാൻ പറ്റും? നിങ്ങളുടെ മേൽ റിലീസ് ചെയ്തിരിക്കുന്ന സീക്രട്ട് ഓയിലിനെ ആർക്ക് റിവീൽ ചെയ്യാൻ പറ്റും? ആമേൻ. ഇവിടെയാണ് പൈശാചിക ലോകത്തിന്റെ തന്ത്രങ്ങൾ റിവീലാകുന്നത്. ആമേൻ പറ. അവൻ നിങ്ങളുടെ ശുശ്രൂഷയുടെ മാനിഫെസ്റ്റേഷനെതിരെ അവൻ ആക്രമണം നടത്താം. പിടികിട്ടുന്നുണ്ടോ? നിങ്ങളുടെ മേലുള്ള മിനിസ്ട്രിയുടെ മേല് അവനെ തടയാം. പിശാചിന് എന്ത് ചെയ്യാം? നിങ്ങളുടെ ശുശ്രൂഷകളെ തടയാം, നിങ്ങളുടെ മൂവിങ്ങിനെ തടയാം, നിങ്ങളുടെ മിനിസ്ട്രിയെ തടയാം. നിങ്ങളുടെ പല മേഖലകളെ എന്ത് ചെയ്യാം? പൈശാചിക ലോകത്തിന്. പക്ഷെ പൈശാചിക ലോകത്തിന് നിങ്ങളുടെ അഭിഷേകത്തെ തടയാൻ പറ്റത്തില്ല. ആമേൻ പറ. നിങ്ങളുടെ അഭിഷേകത്തിനെ പൈശാചിക ലോകത്തിനു തടയാൻ പറ്റത്തില്ല. ആമേൻ. നിങ്ങളുടെ അഭിഷേകം ഒരു സീക്രട്ട് ഓയിലാണ്. ഒന്ന് പറഞ്ഞേ, എൻ്റെ അഭിഷേകം ഒരു സീക്രട്ട് ഓയിലാണ്. ആമേൻ. യേഹൂവും
അവൻ തന്നോട് കൂടെയുള്ളവർ അവർ ഒരുമിച്ചിരിക്കുമ്പോൾ ഏലീശ അയച്ച പ്രവാചക ശിഷ്യൻ യേഹൂവിനെ അവൻ വേഗത്തിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അകത്തേക്ക് കയറി വാതിലടച്ചിട്ട് ആ വാതിലടച്ച റൂമിനകത്തേക്ക് അവനെ ഇരുത്തിക്കൊണ്ട് അവൻ്റെ മേൽ തൈലം, അഭിഷേക തൈലം ഒഴിക്കുകയാണ്. നിന്റെ മേലുള്ള അഭിഷേകത്തിന് പിശാചിന് അറിയാൻ കഴിയാതെ വണ്ണം മറയ്ക്കുന്ന ഒരു ദൈവിക പ്രൊട്ടക്ഷൻ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ അഭിഷേകം എന്താണ്? ഒരു സീക്രട്ട് ഓയിലാണ്. പറഞ്ഞോ, സീക്രട്ട് ഓയിൽ. എൻ്റെ അഭിഷേകം അത് സീക്രട്ട് ഓയിലാണ്. എൻ്റെ അഭിഷേകത്തെ ദൈവം പകരുകയും ദൈവം മറയ്ക്കുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഈ അഭിഷേകം സീക്രട്ട് ആയതുകൊണ്ട് ഈ അഭിഷേകത്തിനെതിരെ പിശാചിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ നമ്മുടെ മേലുള്ള അഭിഷേകം എങ്ങനെയും ലൂസ് ചെയ്യാൻ, ചോർത്തിക്കളയാൻ, അമ്മ പറയുമ്പോ ചോർത്തിക്കളയാൻ, നിങ്ങളുടെ മേലുള്ള അഭിഷേകം എങ്ങനെയും ചോർത്തിക്കളയുവാൻ നിൽക്കുന്ന പൈശാചിക ലോകമുണ്ട്. ആമേൻ, ആമേൻ. ശിംശോന്റെ ശക്തി എവിടെയാണെന്ന് അറിയണം. അതിനുവേണ്ടി ഫെലിസ്തർ എന്ത് ചെയ്തു? ഒരു ദലീലെ ഒരുക്കുകയാണ്. പറഞ്ഞ ദലീല. ദലീല എന്ന് പറഞ്ഞാൽ ശിംശോൻ എന്ന അഭിഷക്തന്റെ അഭിഷേകത്തെ ചോർത്തിക്കളയാനുള്ള പൈശാചിക രാജ്യത്തിന്റെ തന്ത്രമാണ്. ആമേൻ പറ. ആമേൻ, ആമേൻ. നിന്റെ അഭിഷേകത്തെ ചോർത്തിക്കളയുന്ന പൈശാചിക തന്ത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രമാണ് ദലീല, അല്ലെങ്കിൽ സെക്ഷുവൽ സിൻ. കമോൺ, എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? അവൻ അഭിഷേകത്തെ ചോർത്തിക്കളയുന്ന പൈശാചിക തന്ത്രങ്ങളാണത്. നിന്റെ അഭിഷേകത്തിനെതിരെ അവൻ അറ്റാക്ക് ചെയ്യത്തില്ല, പക്ഷെ എന്ത് ചെയ്യും? ചോർത്തിക്കളയാനുള്ള. അതുകൊണ്ടാ പറഞ്ഞ, നിങ്ങൾ പിശാചിന്റെ തന്ത്രങ്ങള് അറിയാത്തവരല്ലല്ലോ. സാത്താന്റെ തന്ത്രങ്ങൾ അറിയാത്തവരല്ലല്ലോ. നിങ്ങൾ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പീൻ. അതായത് നിങ്ങൾ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ പറയുന്നതിന്റെ കാര്യം, നിങ്ങളുടെ അകത്ത് പകരപ്പെട്ടിരിക്കുന്ന ഒരു സീക്രട്ട് ഓയിലുണ്ട്. അവന്റെ അറ്റാക്ക് നിങ്ങളുടെ ശുശ്രൂഷയ്ക്കെതിരെ അല്ല, നിങ്ങളുടെ പ്രവചനത്തിനെതിരെ അല്ല, നിങ്ങളുടെ പ്രസംഗത്തിനെതിരെ അല്ല. പകരം ഇത് വെളിപ്പെടാൻ കാര്യമായ നിന്റെ ഉള്ളിൽ പകരപ്പെട്ടിരിക്കുന്ന ഒരു സീക്രട്ട് ഓയിലുണ്ട്. നിന്റെ സീക്രട്ട് ഓയിലിനെ ചോർത്തിക്കളയാനുള്ള പിശാചിന്റെ തന്ത്രങ്ങളെ നീ അറിയാതിരിക്കരുത്. ഓ ശബരബലബലഗജന റിഖബലഗടഗദന റിഗലഗടഗദന ദലഗട. ഡോറുകളെ അടയ്ക്കുക. ആമേൻ, ഡോറുകളെ അടയ്ക്കുക. ആമേൻ. പിശാചിന് നിന്റെ അഭിഷേകത്തെ ചോർത്തിക്കളയുവാൻ, മോഷ്ടിച്ചെടുക്കുവാൻ, ലൂസ് ചെയ്യുവാൻ, അത് പിടിച്ചുകൊണ്ടുപോകുവാൻ, ആമേൻ, അവന്റെ ഒരുക്കപ്പെട്ട ചില തന്ത്രങ്ങളെ ഇന്ന് പകലിൽ ആത്മീക അധികാരത്തോടെ, നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയോടെ, നിന്റെ മേൽ നൽകപ്പെട്ടിരിക്കുന്ന സകല ഭാഷകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വങ്ങൾക്കും മീതെ ഇരിക്കുകയും സകലത്തെയും തന്റെ കീഴാക്കി വെച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവന്റെ തന്ത്രങ്ങളെ നീ ക്യാൻസൽ ചെയ്യുക. നീ അതിനെ ഡീആക്ടിവേറ്റ് ചെയ്യുക. അടയ്ക്കുക, അടയ്ക്കുക. എല്ലാ ഡോറുകളെ അടയ്ക്കുക. ആമേൻ. നിന്റെ അഭിഷേകം ലൂസ് ചെയ്യാൻ കാരണമായി കിടക്കുന്ന എല്ലാ സ്പിരിച്വൽ ഡോറുകൾ, അത് നീ മുഖാന്തരം വന്നതല്ല,
ചിലപ്പം പാരമ്പര്യമായി കയറി വന്നത്. ദാവീദേ, ആമേൻ, ദൈവത്തിന്റെ ഹൃദയപ്രകാരം ഉള്ള മനുഷ്യനെ എന്തുകൊണ്ടാണ് നിന്റെ അഭിഷേകം ഒരു സമയത്ത് ലൂസായത്? കാരണം നീ പോലും അറിയാത്ത നിന്റെ പൂർവ്വപിതാക്കന്മാരിൽ പൂർവ്വമാതാക്കളിൽ കിടന്ന് രാഹാബ് എന്ന വേശ്യയിൽ കിടന്ന് തൻ്റെ മേൽ തുറക്കപ്പെട്ട് കിടന്ന് ഒരു സ്പിരിച്വൽ ഡോർ ഉണ്ട്. അതിൽ കൂടെ കയറി വന്ന ഒരു ഡീമോണിക് ഇൻഫ്ലുവൻസ് ഉണ്ട്. നീ രാജകീയ അഭിഷേകത്തിൽ കയറി അതിൽ ഭരിക്കുമ്പോൾ ചില സമയങ്ങൾ കഴിഞ്ഞപ്പോൾ നീ പോലും അറിയാതെ, നീ പോലും ആഗ്രഹിക്കാതെ, നീ പോലും ഇഷ്ടപ്പെടാതെ നിന്റെ അഭിഷേകത്തെ നിന്റെ മേൽ കിടന്ന നിന്റെ തലമുറകളിൽ നിരന്തരമായി കിടക്കേണ്ട ആ ഒരു അഭിഷേകം ലൂസ് ചെയ്യാൻ കാരണമായി കിടന്ന പിന്തുടർച്ചകൾ ബ്രേക്ക് ചെയ്യുക. ഇന്ന് ചില പിന്തുടർച്ചകൾ ബ്രേക്ക് ആകട്ടെ. പാരമ്പര്യമായി ഫോളോ അപ്പ് ചെയ്യുന്ന പിന്തുടർച്ചകൾ ബ്രേക്ക് ചെയ്യുക. യേശുവിന്റെ നാമം പറഞ്ഞ് അതിനെ ബ്രേക്ക് ചെയ്യുക. നിന്റെ അകത്ത് സ്വർഗം പകർന്നിരിക്കുന്ന സീക്രട്ട് ഓയിലിനെ ലൂസ് ചെയ്യാൻ നിൽക്കുന്ന പൈശാചിക ഹിഡൻ അജണ്ടകൾ, സീക്രട്ട് ഓയിൽ. നിന്റെ ഓയിൽ സീക്രട്ടാണ്. നിന്റെ അഭിഷേകം സീക്രട്ടാണ്. നിന്റെ അഭിഷേകം, നിന്നിലുള്ള അഭിഷേകത്തിൽ നിന്ന് വെളിപ്പെടുന്ന ദൈവശക്തിയുടെ പ്രകടനങ്ങളെ നീ മാനിഫെസ്റ്റ് ചെയ്യിപ്പിക്കുക. നിന്റെ ഉള്ളിലുള്ള അഭിഷേകത്തെ നീ റിവീൽ ചെയ്യാതിരിക്കുക. അത് സീക്രട്ടാണ്. പൈശാചിക ലോകം അത് ലൂസ് ചെയ്യാൻ വേണ്ടി ലൂസ് ചെയ്ത് നീ എന്ന അഭിഷക്തനെ തകർത്ത് കളയുവാൻ എഴുന്നേൽക്കുന്ന പൈശാചിക തന്ത്രങ്ങളായും അതിൽ കൂടെ വരുന്ന പിന്നീട് നിന്നിലേക്ക് കൈമാറ്റം ചെയ്യാനിരിക്കുന്ന, നിന്നിലേക്ക് നടത്താനിരിക്കുന്ന അറ്റാക്കുകളെ നീ തിരിച്ചറിയുക. യാരോ yes. Oh, shararararare. Oh, riadharerererererere. Jesus. Oh, അഭിഷേകം സീക്രട്ട് ഓയിലിനെ ക്യാരി ചെയ്യുക. Oh, thank you, Father. Hallelujah. നിങ്ങളുടെ അഭിഷേകം സീക്രട്ടാണ്. നിങ്ങളുടെ അനോയിന്റിങ് പൈശാചിക ലോകത്തിന് വെളിപ്പെട്ടിട്ടില്ല. ആമേൻ. നിങ്ങളുടെ മാനിഫെസ്റ്റേഷനും നിങ്ങളുടെ മേലുള്ള ശുശ്രൂഷകളും അവൻ അറിയായിരിക്കും. പക്ഷേ നിങ്ങളുടെ അഭിഷേകത്തിനെ ദൈവം മറച്ചു പിടിച്ചിരിക്കുകയാണ്, അവന് ലൂസ് ചെയ്യാൻ കഴിയാതെ വണ്ണം. പ്രൈസ് ലോർഡ്. അപ്പോൾ ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശ്വാസമാണ്, ഫെയ്ത്ത്. അപ്പം മനുഷ്യരിലുള്ള വിശ്വാസം കൊണ്ട് ഒരു പരിധിക്കപ്പുറം നമുക്ക് മൂവ് ചെയ്യാൻ നമ്മുടെ കോളിങ്ങിൽ പറ്റത്തില്ല. കാരണം ഒന്ന്, നമ്മുടെ കോളിംഗ് ദൈവികമാണ്, ദൈവം നൽകുന്നതാണ്. ദൈവത്താലുള്ള കോളിങ്ങിന് മാനുഷികമായിട്ടുള്ള ചിന്തകൾ കൊണ്ടോ ഐഡിയകൾ കൊണ്ടോ പൂർത്തീകരിക്കാൻ കഴിയുന്നതല്ല. ആമേൻ. ദൈവികമായ കോളിങ്ങിനെ പൂർത്തീകരിക്കണമെങ്കിൽ നിന്റെ മേൽ ദൈവത്തിൻ്റെ പരിപൂർണമായ ഒരു ഹെൽപ്പ് ആവശ്യമാണ്. ആമേൻ. രണ്ട്, നമ്മൾ നമ്മുടെ കോളിങ്ങിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ ഇവൻ റൈറ്റ് ട്രാക്കിലാണെന്ന് തിരിച്ചറിയുന്ന സമയം തന്നെ പൈശാചിക ലോകം എന്ത് ചെയ്യും? അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ആമേൻ. അറ്റാക്ക് ചെയ്യും. അവനവൻ്റെ തന്ത്രങ്ങളെ കൊണ്ടിടും. ഇപ്പം പറഞ്ഞതുപോലെ നമ്മുടെ അകത്തുള്ള സീക്രട്ട് ഓയിലിനെ ലൂസ് ചെയ്യാനുള്ള അവൻ്റെ തന്ത്രങ്ങൾ കൊണ്ടിടും. അവൻ നമുക്കെതിരെയുള്ള അറ്റാക്കുകൾ നടത്തും. ആമേൻ.
അപ്പോൾ ഇവിടെ നമ്മൾ പിടിച്ചു നിൽക്കണമെങ്കിൽ ഞാൻ കർത്താവിനെ വിശ്വസിക്കുന്നു, എനിക്ക് കർത്താവിനെ ഭയങ്കര വിശ്വാസമാണെന്ന് പറഞ്ഞാൽ പോലും ഈ വിശ്വാസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ പൈശാചിക ആക്രമണങ്ങളുടെ മുമ്പാകെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ പറയാമോ? പൈശാചിക തന്ത്രങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ. അതുകൊണ്ടാണ് ഈ ആദ്യ സമയങ്ങളിൽ ഈ രക്ഷിക്കപ്പെട്ടു വന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? അവർ രക്ഷിക്കപ്പെട്ടു വരുന്ന ആ സമയത്ത് ഭയങ്കര തീഷ്ണതയാണ്. പക്ഷെ ഒരു സമയം കഴിഞ്ഞു, ഒരു 5 വർഷം കഴിഞ്ഞു, ഒരു 6 വർഷം കഴിഞ്ഞു, ഒരു 10 വർഷം കഴിഞ്ഞ് അങ്ങോട്ട് നോക്കുമ്പോൾ അവരുടെ ഉള്ളിൽ എന്തില്ല? വിശ്വാസം. അവര് ആദ്യ സമയങ്ങളിൽ ഇറങ്ങിയപ്പോൾ അവർ പറയുന്ന വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളും വിശ്വാസത്തിൻ്റെ കാര്യങ്ങളും വളരെ ഹൈ ലെവലിലായിരിക്കും. പക്ഷെ ചില സമയങ്ങൾ കഴിയുമ്പോൾ എന്താകും? പിന്നെ അവർ പറയുന്നത് എല്ലാം അവിശ്വാസത്തിൻ്റെ വാക്കുകളായിരിക്കും, എല്ലാം നെഗറ്റീവ് വാക്കുകളായിരിക്കും. അതെന്താ ദൈവമക്കളിൽ ഇങ്ങനെ കയറി വരുന്നതിൻ്റെ കാര്യം? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, മനുഷ്യപുത്രൻ വരുമ്പോൾ താൻ വിശ്വാസം കണ്ടെത്തുമോ? അതായത് കർത്താവ് ഇനി വരുമ്പോൾ ഇനി ഈ ലോകത്തിൽ ഞാൻ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ചോദിച്ചു. കാരണം എന്താ? വിശ്വാസം എന്നത് അവരിലുള്ള വിശ്വാസമാണ്, മനുഷ്യന്റെ വിശ്വാസമാണ്, അത് ഫ്ലഷിൽ നിന്നുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം അവരുടെ നല്ലൊരു ക്യാരക്ടർ മാത്രമാണ്. ആമേൻ. നമുക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ വരുന്നത് സ്പിരിറ്റ് റലമാണ്. ഒന്ന് പറഞ്ഞ സ്പിരിറ്റ് റലം, ആത്മലോകമാണ്. ആത്മലോകം നമുക്കെതിരെ ഫൈറ്റിങ്ങിന് വേണ്ടി വരുമ്പോൾ നമ്മൾ ഫ്ലഷിൽ നിന്ന് എന്തെങ്കിലും ഒരു ആയുധം എടുത്തുകൊണ്ട് യുദ്ധത്തിന് പോയാൽ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ അത് ജഡീകങ്ങളല്ല, അത് കോട്ടകളെ തകർപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ. അതായത് ഈ മനുഷ്യൻ തിരിച്ചറിഞ്ഞു, എൻ്റെ വിശ്വാസം കൊണ്ട് ഞാൻ പോയി അവിശ്വാസത്തിൻ്റെ സ്പിരിറ്റ് റലത്തിനോട് യുദ്ധം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് സിംഹം, അത് അലറുന്ന സിംഹം. എൻ്റെ ഫ്ലഷിൽ നിന്ന് വെളിപ്പെടുന്നത് ജസ്റ്റ് ഒരു ക്യാരക്ടറാണ്. ഇതിനെന്ത് ചെയ്ത് വിഴുങ്ങിക്കളയും. ഇന്നെത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? മനുഷ്യനിലുള്ള വിശ്വാസം കൊണ്ട്, മനുഷ്യനിലുള്ള ഒരു ക്യാരക്ടർ കൊണ്ട്, മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് സ്പിരിറ്റ് റലത്തെ ജയിക്കാൻ പറ്റത്തില്ല. കാരണം പൗലോസിൽ കൂടെ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നു, നമുക്ക് പോരാട്ടമുള്ളതോ ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിലെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ എന്ന് പറഞ്ഞാൽ നമുക്ക് ജഡത്തോടല്ല പോരാട്ടം. നമ്മുടെ പോരാട്ടമെല്ലാം ആത്മതലങ്ങളോടാണ്. ആമേൻ പറയാമോ? കാരണം ഒരുവൻ ആത്മാവിൽ ജനിക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ പറയുന്നു, അവൻ ആരായി മാറുന്നു? അവൻ ആത്മാവാകുകയാണ്. നമ്മളപ്പോ ആരാ? സ്പിരിറ്റ് മാൻ. ഒന്ന് പറഞ്ഞേ, നമ്മൾ സ്പിരിറ്റ് മാൻ ആയിരിക്കും. അപ്പൊ നമുക്കിപ്പോ മുതൽ എവിടെ യുദ്ധമുണ്ട്? ആത്മലോകത്തോട്. ആമേൻ. അപ്പൊ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ കോളിങ്ങിനെ പൂർത്തീകരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന വിശ്വാസത്തെ പൂർത്തീകരിക്കണം. നിങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന നിങ്ങളുടെ ശുശ്രൂഷയെ പൂർത്തീകരിക്കണമെങ്കിൽ അത് നമ്മിലുള്ള വിശ്വാസം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് സഭയോട് വെളിപ്പെടുത്തുന്നത്, ആമേൻ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ നോക്കുക. ആമേൻ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ആ യേശുവിനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ആ യേശു കർത്താവ് നിങ്ങളിലേക്ക് ഒരു ആത്മ പകർച്ചയെ റിലീസ് ചെയ്യും.
ആമേൻ പറയാമോ? അതായത് പൈശാചിക മേഖലകൾ നിങ്ങളുടെ മുമ്പിൽ കീഴടങ്ങുവാൻ തക്കവണ്ണമുള്ള ഒരാത്മ പകർച്ചയെ നിങ്ങളുടെ മുമ്പിൽ റിലീസ് ചെയ്യും. ആമേൻ, ആമേൻ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിലേക്ക് ഒരുവൻ നോക്കുമ്പോൾ അവനിലേക്ക് യേശു ക്രിസ്തു വിശ്വാസത്തിന്റെ ആത്മാവിനെ, ആമേൻ, വിശ്വാസം എന്നൊരു ക്യാരക്ടറിനെ അല്ല റിലീസ് ചെയ്യുന്നേ, വിശ്വാസത്തിന്റെ ആത്മാവിനെ. ആമേൻ പറ. ഹല്ലേലൂയ. നമുക്ക് പൈശാചിക ലോകത്തെ ജയിച്ച് നമ്മുടെ നിയോഗങ്ങളെ പൂർത്തീകരിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്ന ഒരു വിശ്വാസത്തിൻ്റെ ആത്മാവുണ്ട്. ആ വിശ്വാസത്തിൻ്റെ ആത്മാവ് ഒരുവനിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടുമ്പോൾ അവൻ്റെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യുന്ന, അവൻ്റെ ഉള്ളിൽ ജനിക്കുന്ന, അവൻ്റെ ഉള്ളിൽ തുറക്കപ്പെടുന്ന ഒരു വിശ്വാസമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ യേശു കർത്താവ് 12 പേരെ അപ്പോസ്തലന്മാരായി വിളിച്ചു, തെരഞ്ഞെടുത്തു. നിങ്ങൾ എൻ്റെ അപ്പോസ്തലന്മാരാ. വളരെ സന്തോഷത്തോടെ അവരിറങ്ങി, വളരെ ആവേശത്തോടെ ഇറങ്ങി. കർത്താവിനെ അനുഗമിക്കുന്നു, കർത്താവ് പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കുന്നു. പക്ഷെ ഒരിക്കൽ അവർ ഗദര എന്ന ദേശത്തിലേക്ക് അക്കരയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ അവർ പോകുന്ന ആ തോണിയിൽ, അവർ പോകുന്ന പടകിന് നേരെ എന്ത് സംഭവിച്ചു? വലിയ കാറ്റും തിരമാലയും അടിച്ചു കയറി. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള യോഹന്നാനും പത്രോസും യാക്കോബും ഉൾപ്പെടെയുള്ളവർ എന്ത് ചെയ്തു? അവർ പലവട്ടം ശ്രമിച്ചു. എന്തിനു വേണ്ടിയാ? ഈ പടകിനെ ഒന്ന് നിയന്ത്രിക്കാൻ. ആമേൻ പറയാമോ? പടകിനെ ഒന്ന് നിയന്ത്രിക്കാൻ. എന്നാൽ എത്ര തന്നെ ശ്രമിച്ചിട്ടും ഈ പടകിനെ ഇവർക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ യേശുവിനെ വിളിച്ചുണർത്തുകയാണ്. യേശു എഴുന്നേൽക്കുമ്പോൾ ഒറ്റ വാക്ക് കാറ്റിനോടും കടലിനെ നോക്കി പറഞ്ഞു, അതിനെ ശാസിച്ചെന്ത് ചെയ്തു? അമർച്ച ചെയ്തു. ആ നിമിഷം തന്നെ കാറ്റും കടലും തിരമാലയൊക്കെ എന്ത് ചെയ്തു? നോർമലായി. അപ്പൊ അവരെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, അവിശ്വാസികളെ. എന്താ പറഞ്ഞേ? കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവ് വിളിച്ചിറക്കിയ വ്യക്തികളാണ്. ആ വ്യക്തികൾ അവർ മൂവ് ചെയ്യുമ്പോൾ അവർക്കെതിരെ പൈശാചിക ലോകത്തിൽ നിന്നൊരു അറ്റാക്ക് വന്നപ്പോൾ അവരേത് വിശ്വാസത്തെ ഫോക്കസ് ചെയ്തത്? അവരുടെ സ്വന്തം കഴിവിനെ ഫോക്കസ് ചെയ്തു. സ്വന്തം കഴിവിനെ കണ്ടോ? ഈ സ്വന്തം കഴിവ് കൊണ്ട് ആ കാറ്റിനെയും തിരമാലയും അടിച്ചമർത്താൻ അവർക്ക് പറ്റിയില്ല. അവർക്കാകെ കഴിയുന്നത് ആ കാറ്റും തിരമാലയും അടിച്ചു വരുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. കമോൺ, എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? നിങ്ങളുടെ മേലൊരു മാനുഷിക വിശ്വാസമാണ് ചലിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ അർത്ഥം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രശ്നം വരുമ്പോൾ എങ്ങനെയെങ്കിലും മാനുഷികമായി അതിനെ ഒന്ന് പരിഹരിക്കണം. ഹല്ലേലൂയ. ഒരു മാനുഷിക വിശ്വാസമാണ് ഒരുവൻ്റെ ലൈഫിനകത്ത് സഞ്ചരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൈൻ, അടയാളം എന്ന് പറയുന്നത്, അവനിൽ ഒരു പ്രശ്നങ്ങൾ കയറി വരുമ്പോൾ, ആത്മലോകത്തിൽ നിന്നൊരു അറ്റാക്ക് നേരിടുമ്പോൾ അവൻ ചെയ്യുന്നത്, ആദ്യം പോകുന്നത് എന്ത് ചെയ്യും? മാനുഷികമായി എന്തെങ്കിലും ഒരു പരിഹാരം വരുത്താൻ അവൻ ശ്രമിക്കും. അതുവരെ അവൻ പറയും, ഞാൻ കർത്താവിനെ വിശ്വസിക്കുന്നു, ഞാൻ കർത്താവിനെ അംഗീകരിക്കുന്നു, ഞാൻ കർത്താവിൽ സഞ്ചരിക്കുന്നവനാണ്, ഞാൻ കർത്താവിൽ പോകുന്നവനാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സാഹചര്യങ്ങളുടെ നടുവിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വിശ്വസിക്കാൻ. പകരം എന്ത് ചെയ്യും? മാനുഷിക പരിഹാരത്തിലേക്ക് തിരിയും. ആമേൻ, ആമേൻ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞൊരു വേർഡുണ്ട്, ഇങ്ങനെയാണ്, ഞങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് പറഞ്ഞേ വർദ്ധിപ്പിച്ച്, ഞങ്ങളുടെ വിശ്വാസത്തെ ഒന്ന്. പക്ഷെ യേശു പറഞ്ഞത് എന്താണെന്നറിയോ? എടാ, നിന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല.
നിന്നിലുള്ള മാനുഷിക വിശ്വാസത്തെ എത്ര വർദ്ധിപ്പിച്ചാലും കാര്യമില്ല. പക്ഷേ നിന്നിൽ ഒരു വിശ്വാസം കടുകുമണിയോളം, കമോൺ, ഈ വിശ്വാസം ഏതാണെന്നറിയാമോ? ഇത് മാനുഷിക വിശ്വാസത്തെക്കുറിച്ചല്ല യേശു പറയുന്നത്. പകരം ദൈവത്തിൻ്റെ ആത്മാവ് വിശ്വാസത്തിൻ്റെ ആത്മാവായി ഒരുവനിൽ ഇറങ്ങി നിൽക്കുമ്പോൾ അവനിൽ ജനിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. അത് കടുകുമണിയോളം മതി നിന്റെ ലൈഫിൽ. കമോൺ, എത്ര പേര് മനസ്സിലാകുന്നുണ്ട്? എന്ന് പറഞ്ഞ വിശ്വാസത്തിൻ്റെ ആത്മാവിനാൽ നിന്നിൽ തുറക്കപ്പെടുന്ന വിശ്വാസം അത് കടുകുമണിയോളമാണെങ്കിലും അതിൽ നിന്നുകൊണ്ട് നീ ഒരു വാക്കിനെ റിലീസ് ചെയ്താൽ, അതിൽ നിന്നുകൊണ്ട് നീ ഒരു ഡിക്ലറേഷൻ നടത്തിയാൽ അതിൻ്റെ റിസൾട്ടുകൾ നിനക്ക് കാണാൻ കഴിയും. കമോൺ, ആമേൻ. ശാമാന ചൂരമാന ഹന്തല റിഗധാന ഘടകധന വൈഡമന. ഒരു നിമിഷം അന്യഭാഷകളൊന്ന് പ്രാർത്ഥിച്ചേ. ലീമാന ചൂരാബല ഘടകധന. ഇന്നത്തെ പകലിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് അറിയിക്കുന്നത് നമ്മുടെ മാനുഷിക വിശ്വാസത്തിൽ ചലിക്കാനുള്ള നേരമല്ല. അവൻ ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യൻ്റെ വിശ്വാസമല്ല, പകരം മനുഷ്യനിലേക്ക് പകരപ്പെടുന്ന വിശ്വാസത്തിൻ്റെ ആത്മാവിനാൽ ജനിക്കുന്ന, ജനറേറ്റ് ചെയ്യുന്ന, സൃഷ്ടിക്കപ്പെടുന്ന ഒരു വിശ്വാസമുണ്ട്. അത് കടുകുമണിയോളമാണെങ്കിലും അത് മതി എൻ്റെ കർത്താവിന്. ആ വിശ്വാസത്താൽ അവൻ ഒരുവൻ സഞ്ചരിച്ചാൽ അവൻ്റെ നിഴല് തട്ടിയാണെങ്കിലും രോഗികൾ സൗഖ്യമാക്കും. അവനൊരു വാക്ക് പറയുമ്പോൾ എത്ര ഗർഭം മുതൽ മുടന്തനായവനാണെങ്കിലും അവൻ എഴുന്നേൽക്കും. ഓ ശബലബലബലക ചുനതലഘടകധന വൈഡബലഘടക ശംദലഘടകധന. ഒരു നിമിഷം അന്യഭാഷകളിൽ ലാം പ്രഭാന ജാലധാര ജൂരാധാര വൈഡധാര ജൂരധാര. ഇന്ന് എത്ര പേർ പ്രാർത്ഥിക്കും, കർത്താവേ, എൻ്റെ വിശ്വാസങ്ങളിലല്ല എനിക്ക് ചലിക്കാൻ ആഗ്രഹം, എനിക്കിന്ന് എൻ്റെ മേൽ വിശ്വാസത്തിൻ്റെ ആത്മാവിനെ. ഓ റിഖാമ സേഖേരിയ ആന്ധാരാര. വിശ്വാസത്തിൻ്റെ ആത്മാവിൽ ചലിക്കാത്തവർ, വിശ്വാസത്തിൻ്റെ ആത്മാവിൽ മൂവ് ചെയ്യാത്തവരെ ആമേൻ, പൈശാചിക ലോകം ഒരു സമയം കഴിയുമ്പോൾ അവിശ്വാസത്തിൻ്റെ ആത്മാവ് അവൻ്റെ മാനുഷിക വിശ്വാസത്തെ വിഴുങ്ങിയിട്ട് ഒരുവനെ കൊണ്ട് വിശ്വാസത്തെ തള്ളിപ്പറയിപ്പിക്കും. ഇന്ന് പകലിൽ എത്ര പേർ തിരിച്ചറിയുന്നുണ്ട് നിന്റെ വിശ്വാസം എൻ്റെ ടൈമിൽ, ഈ അവസാന നാളുകളിൽ നീ വിശ്വാസം ത്യജിക്കുന്നവനായി മാറരുത്. കമോൺ, നീ വിശ്വാസത്തെ ത്യജിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് പകലിൽ നീ തിരിച്ചറിയുക, മനുഷ്യന്റെ ഉള്ളിലുള്ള വിശ്വാസം കൊണ്ട് വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ കഴിയത്തില്ല. ഈ എൻഡ് ടൈമിൽ വിശ്വാസത്തെ മുറുകെ പിടിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വിശ്വാസത്തിൻ്റെ ആത്മാവായി ആക്ടിവേറ്റ് ചെയ്യപ്പെടുമ്പോൾ നിന്നിൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു വിശ്വാസമുണ്ട്. ഇന്ന് പകലിൽ ആ വിശ്വാസത്തിന്റെ ആത്മാവിന്റെ ഒരു ആക്ടിവേഷൻ നിങ്ങളുടെ മേൽ സംഭവിക്കേണ്ടതിനായി ഒന്ന് പ്രാർത്ഥിച്ചേ. ഓ ശരരരരേ. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുകയാണ്. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം. ഓ ശരരരരേ. ഓ അതിൻ്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിൻ്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് സഞ്ചരിച്ചത്, അപ്പോസ്തലനായ പൗലോസ് എന്ന മനുഷ്യന്റെ ഉള്ളിലുള്ള വിശ്വാസത്തിലല്ല ചലിച്ചത്, പകരം താൻ ചലിച്ചത് വിശ്വാസത്തിന്റെ അതേ ആത്മാവിനാൽ. സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ ആത്മാവിൽ ഒരുവൻ ചലിക്കാൻ തയ്യാറായാൽ എഫെസ്യർ 1:19 പറയുന്നത് പോലെ വിശ്വസിക്കുന്നവര് വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് തിരിച്ചറിയാൻ
യെസ്. വിശ്വാസത്തിന്റെ ആത്മാവിനാൽ നിന്നിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന വിശ്വാസത്തിന് നിന്നിൽ ദൈവത്തിന്റെ അസാധാരണമായ മാനിഫെസ്റ്റേഷനെ കൊണ്ടുവരാൻ കഴിയും. ഈ വിശ്വാസത്തിന്റെ ആത്മാവ് ഒരുവന്റെ മേൽ വരുമ്പോഴാണ് മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ അവസാന ഭാഗങ്ങളിൽ കാണുന്നത്. അതിന്റെ 16-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. നിന്നിൽ കൂടെ ദൈവിക അടയാളങ്ങളോടുകൂടെയുള്ള മിനിസ്ട്രി വെളിപ്പെടണമോ? അതിന് നിന്റെ മേൽ വെളിപ്പെടേണ്ട വിശ്വാസം ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള സാധാരണ വിശ്വാസമല്ല, പകരം വിശ്വാസത്തിന്റെ ആത്മാവിനാൽ ജനിക്കുന്ന വിശ്വാസം ഒരുവൻ ഉപയോഗിക്കുമ്പോൾ അവന്റെ മിനിസ്ട്രി അസാധാരണമായ അടയാളങ്ങളോടുകൂടെ സഞ്ചരിക്കും. ഇന്ന് നമ്മുടെ മേലുള്ള കോളിംഗ്, അതിൽ നമുക്ക് നിലനിൽക്കുവാനും നിങ്ങളുടെ കോളിങ്ങിനെ പൂർത്തീകരിക്കുവാനും വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുക്രിസ്തു നിന്റെ മേൽ അയക്കുന്ന പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വിശ്വാസത്തിന്റെ ആത്മാവായി പരിണമിക്കുമ്പോൾ അവൻ നിന്നിൽ ജനറേറ്റ് ചെയ്യുന്ന അതേ വിശ്വാസം കൊണ്ട് നിന്റെ കോളിങ്ങിനെ പൂർത്തീകരിക്കുക, നിന്റെ കോളിങ്ങിൽ തുടരാ, പൈശാചികന്റെ സകല തന്ത്രങ്ങളെയും ജയിക്കുക. പിശാച് നിനക്കെതിരെ ആക്രമണം നടത്തുമ്പോൾ ഈ വിശ്വാസത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ അവൻ വിശ്വാസത്തെ ജനറേറ്റ് ചെയ്യുക മാത്രമല്ല, നിനക്കെതിരെ പൈശാചിക ആക്രമണങ്ങൾ പിശാച് നടത്തുമ്പോൾ നിനക്ക് ചുറ്റും ഈ വിശ്വാസത്തിന്റെ ആത്മാവ് വിശ്വാസമെന്ന ഒരു പരിചയെ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ഇന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നവരെല്ലാം പ്രാർത്ഥിച്ച് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ 1-ാമത്തെ പകലിൽ എനിക്കെങ്ങനെ വിശ്വസിക്കാൻ കഴിയും? സിസ്റ്റർ, ബ്രദർ, നിങ്ങൾക്കൊരിക്കലും ദൈവികമായ ഒരു കാര്യത്തെയും നിങ്ങളുടെ വിശ്വാസം കൊണ്ട്, മാനുഷിക വിശ്വാസം കൊണ്ട് അതിനകത്ത് ഒന്നും തന്നെ ചെയ്യുവാൻ കഴിയത്തില്ല. ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. കാരണം ആ മാനുഷിക വിശ്വാസം കൊണ്ട് ദൈവികമായ കാര്യത്തെ ഫുൾഫിൽ ചെയ്യാൻ കഴിയത്തില്ല. പൈശാചിക ലോകത്തിന്റെ ആക്രമണങ്ങളെയും തന്ത്രങ്ങളെയും ജയിക്കുവാൻ കപ്പാസിറ്റി ഉള്ള ഒന്നല്ല ഒരു മനുഷ്യന്റെ വിശ്വാസം. പക്ഷേ അവിടെയും ദൈവത്തിന്റെ കൃപ വാഞ്ചിക്കുന്നവരുടെ മേൽ, ചോദിക്കുന്നവരുടെ മേൽ, അന്വേഷിക്കുന്നവരുടെ മേൽ, മുട്ടുന്നവരുടെ മേൽ സ്വർഗം ആക്ടിവേറ്റ് ചെയ്യുകയാണ്. അത് പരിശുദ്ധാത്മാവെന്ന വിശ്വാസത്തിന്റെ അതേ ആത്മാവാണ്. ഈ ആത്മാവ് നിന്റെ മേൽ, നിന്റെ ഉള്ളിൽ അത് വിശ്വാസത്തെ ജനിപ്പിക്കും. ഈ വിശ്വാസം കൊണ്ട് സഞ്ചരിച്ച അബ്രഹാമിന്റെ മുമ്പിൽ നെഗറ്റീവായ സാഹചര്യങ്ങൾ വർഷങ്ങൾ തൻ്റെ മുമ്പിൽ വന്നു. എന്നാൽ ഈ സാഹചര്യത്തിന്റെ മുമ്പിലും ആ വിശ്വാസത്തിങ്കൽ ക്ഷീണിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇതൊരു മാനുഷിക വിശ്വാസമല്ല, ഇത് വിശ്വാസത്തിന്റെ ആത്മാവിനാൽ ജനറേറ്റ് ചെയ്യപ്പെട്ട ഒരു വിശ്വാസമാണ്. ആമേൻ, ആമേൻ. റഷ്മാനി അംദൽ കമനഗടഗദന. പൈശാചിക ലോകം മെലീത്തയിലേക്ക് പൗലോസ് കയറുമ്പോൾ, പൗലോസിന്റെ കയ്യിൽ മെലീത്തയിലെ അണലി ചുറ്റി. എന്നാൽ അണലി ചുറ്റുമ്പോൾ അവിടെ വിശ്വാസത്തിൽ താൻ ക്ഷീണിച്ചു പോയില്ല. കാരണം തനിക്ക് മുമ്പാകെ, തനിക്ക് ചുറ്റും ഇറങ്ങി നിൽക്കുന്ന വിശ്വാസത്തിന്റെ ആത്മാവ് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ട ഒരു വിശ്വാസത്തിന്റെ പരിചയമുണ്ട്. ഇത് പൈശാചിക ആക്രമണങ്ങളെ ജയിക്കുന്നതാണ്. അത് തിരിച്ചറിഞ്ഞ പൗലോസ് ആത്മാവിൽ നിയോഗത്തോടെ തന്റെ കയ്യിൽ പറ്റിയ ആ വിഷജന്തുവിനെ, ആ അണലിയെ ആത്മാവിൽ കുടഞ്ഞു കളഞ്ഞു. ഇന്ന് പകലിൽ പ്രാർത്ഥിച്ചേ, ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു.
ഇന്ന് ഞങ്ങളുടെ മേൽ വിശ്വാസത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് വിശ്വാസത്തിന്റെ ആത്മാവായി ഞങ്ങളിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ വിശ്വാസത്തെ ഞാൻ മാറ്റുകയാണ്. എൻ്റെ ജഡത്തിലുള്ള വിശ്വാസത്തെ മാറ്റുകയാണ്. ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു, എൻ്റെ വിശ്വാസം കൊണ്ട് ഒന്നും തന്നെ കഴിയത്തില്ല. പക്ഷെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളിൽ പകരുന്ന പരിശുദ്ധാത്മാവെന്ന വിശ്വാസത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ മേൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടുമ്പോൾ, ഒന്നുകൂടെ ഞാൻ പറയാം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വിശ്വാസത്തിൻ്റെ ആത്മാവായി ആക്ടിവേറ്റ് ചെയ്യപ്പെട്ട നീ ഏത് പ്രതിസന്ധികളിലും, ഏത് പ്രതികൂലങ്ങളിലും, ഏത് സാഹചര്യങ്ങളിലും നിൽക്കുമ്പോഴും നീ പറയും, ഇല്ല, ഞാൻ എൻ്റെ വേലയെ തികയ്ക്കും, എൻ്റെ നിയോഗങ്ങളെ ഞാൻ പൂർത്തീകരിക്കും, എൻ്റെ ശുശ്രൂഷകളെ ഞാൻ പൂർത്തീകരിക്കും. ഇന്ന് പകലിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. താങ്ക് യു ഫാദർ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധി വരുന്നു. ഈ പകലിൽ ഞങ്ങൾ തിരിച്ചറിയുന്നു, വിശ്വാസത്തിൻ്റെ ആത്മാവിനാൽ ഞങ്ങളിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു വിശ്വാസമുണ്ടെന്ന്. ആ വിശ്വാസത്തെ ഞങ്ങൾ ഇന്ന് പകലിൽ സ്വീകരിക്കുകയാണ്. ഞങ്ങളിൽ വിശ്വാസത്തിൻ്റെ ആത്മാവിനാൽ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷനായി നിൽക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയം ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ഇന്ന് അങ്ങ് അത്ഭുതം ചെയ്യുന്ന പകലാകുന്നതിനായി സ്തോത്രം. ഞങ്ങളിൽ ഇന്നു മുതൽ വിശ്വാസത്തിൻ്റെ ആത്മാവിനാൽ ഞങ്ങളിൽ വിശ്വാസം തുറന്നു വരട്ടെ. അത് കടുകുമണിയോളമാണെങ്കിൽ പോലും ഈ മലയോട് നീങ്ങുവാൻ പറഞ്ഞാൽ ആ മല അവിടെ നിന്ന് കടലിൽ പോയി ചാടുമെന്ന് യേശു ക്രിസ്തു പറഞ്ഞ വചനത്തെ ഞങ്ങൾ ഇന്ന് സ്വീകരിക്കുകയാണ്. യെസ്, വിശ്വാസത്തിൻ്റെ ആത്മാവിനാൽ തുറക്കപ്പെടുന്ന ആ വിശ്വാസം കടുകുമണി പോലെയാണെങ്കിൽ പോലും ആ വിശ്വാസം മാനുഷിക വിശ്വാസത്തെക്കാൾ വെരി പവർഫുൾ ആകയാൽ ഞങ്ങൾ ഇന്ന് വിശ്വാസത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുന്നു, വിശ്വാസത്തെ സ്വീകരിക്കുന്നു. ഈ പകലിൽ ഞങ്ങളുടെ കോളിങ്ങിനെ, ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന സൂപ്പർ നാച്ചുറൽ പ്രോസസ്സിൽ കൂടെ ഞങ്ങളിൽ വെച്ചിരിക്കുന്ന വലിയ വഴിത്തിരിവിനെ ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ദൈവം അത്ഭുതം ചെയ്യണം. ഇന്ന് അങ്ങയുടെ വലിയ മഹത്വം ഈ കുടുംബങ്ങളിൽ മേലെല്ലാം റിലീസാകട്ടെ. തലമുറകളുടെ മേൽ കർത്താവേ, ഈ ജനറേഷൻ വിശ്വാസത്തിൻ്റെ ആത്മാവിനാൽ ചലിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അതിനെ ആത്മാവിൽ സ്വീകരിക്കുന്നു. വിശ്വാസത്തിൻ്റെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ ആക്ടിവേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.